ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോൾ ക്രിസ്മസൊക്കെ വരാറായില്ലേ? നമുക്കൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി നോക്കിയാലോ? ഒരു മിനി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. നമ്മുടെ പുൽക്കൂടിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ക്രിസ്മസ് ട്രീ. അപ്പോൾ അതിനായിട്ടൊരു കളർ ചാർട്ട് പേപ്പറാണ് എടുക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഗ്രീൻ കളറാണ് എടുക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റും റെഡോ എടുക്കാം. അതാണെങ്കിലും കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ ചാർട്ട് പേപ്പർ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കുക, ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് 2 പോർഷൻ കിട്ടും. അതിലൊരു ചാർട്ട് പേപ്പർ എടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മടക്കുക, ഈക്വൽ രീതിയിലൊന്ന് മടക്കിയെടുക്കുക. ഇപ്രാവശ്യം നമുക്ക് കട്ട് ചെയ്യേണ്ട കേട്ടോ, മടക്കി മാത്രം എടുത്താൽ മതി. വളരെ എളുപ്പമാണ് കേട്ടോ. ഗമ്മും പേപ്പറും മാത്രം മതി, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഞാൻ ഇതുപോലെ ക്രിസ്മസ് ട്രീയുടെ ഒരു ആകൃതിയിൽ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതതിൻ്റെ പേപ്പറിൽ വെച്ചതാ വരച്ചെടുക്കും. ഞാൻ കുറച്ചധികം വരച്ച് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പേപ്പർ തുറന്നിട്ട് ഗമ്മ് തേച്ച് കൊടുക്കാം. അപ്പോൾ ഗമ്മ് തേക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതാണ് മുകൾ ഭാഗത്തും ഈ വെട്ട് നമ്മുടെ ആ ഒരു കട്ട് വരുന്ന ഭാഗത്തും താഴത്തെ ഈ കട്ട് വരുന്ന ഭാഗത്തും ഇങ്ങനെയാണ് ഗമ്മ് തേച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഫുള്ള് ഗമ്മല്ല നമ്മൾ തേച്ച് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ഗമ്മ് തേച്ച് ഒട്ടിക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഞാനൊരു പേപ്പറുകൾ ഫുള്ള് ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ഗമ്മ് വയ്ക്കുകയാണ്. ഇനി നമ്മൾ വേറെ രീതിയിലാണ് തേക്കുന്നത്. ഇനി തേക്കുന്നത് ഈ നടുഭാഗത്തുള്ള രീതിയിലാണ് ഗമ്മ് തേച്ച് കൊടുക്കുന്നത്. നേരത്തെ തേക്കാത്ത ഭാഗത്താണ് ഇപ്പോൾ തേക്കുന്നത്. അതിൻ്റെ മുകളിലോട്ട് ലെയറായിട്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ചിരുന്ന പേപ്പറുകൾ ഒട്ടിച്ച് കൊടുക്കാം. വളരെ എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നത്. പേപ്പറും ഗമ്മും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസ് ട്രീയുടെ സൈഡിലൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളിയൊരു ക്രിസ്മസ് ട്രീയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ചിരുന്ന പേപ്പറുകളെല്ലാം ഒട്ടിച്ച് കൊടുക്കുക. ഗമ്മ് തേക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഗമ്മ് തേക്കാൻ. ആദ്യം തേച്ചതുപോലെ അല്ല രണ്ടാമത്തെ ടൈമിൽ നമ്മൾ ഗമ്മ് തേക്കുന്നതേ. ഇനിയിപ്പം നമ്മൾ പുൽക്കൂട് മേടിക്കാനും ക്രിസ്മസ് ട്രീ മേടിക്കാനും ഒക്കെ ഭയങ്കര തിരക്കല്ലേ. അപ്പോൾ ഈ ക്രിസ്മസ് ട്രീ ഒന്ന് ചെയ്ത് നോക്ക്. ഒരു വെറൈറ്റി ഇരിക്കട്ടെ നമുക്ക്. എല്ലാ പ്രാവശ്യം നമ്മൾ വാങ്ങിയതല്ലേ വെക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഫുൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒട്ടാനായിട്ട് ഞാനൊരു വെയിറ്റ് എടുത്ത് അതിന് മുകളിലായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ അത് ഒട്ടിക്കിട്ടും. അപ്പോൾ നമ്മുടെ പേപ്പറെല്ലാം നല്ല രീതിയിൽ ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാലൻസ് വന്നില്ലേ, അപ്പോൾ അതുകൂടെ കൂട്ടിച്ചേർത്ത് ഒട്ടിക്കണ്ടേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചേർത്ത് ഇങ്ങനെ ഒന്ന് പിടിച്ച് ഒട്ടിക്കുക. സംഭവം കഴിഞ്ഞു. നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ കാര്യം. അതാണ് ഞാൻ പറഞ്ഞ ആദ്യമേ എളുപ്പമാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ നമ്മുടെ പുൽക്കൂടിൻ്റെ സൈഡിലൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി ഒരു ക്രിസ്മസ് ട്രീ അല്ലേ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ സ്റ്റാർ വേണമെങ്കിൽ സ്റ്റാർ വെക്കുകയോ, അത് നമ്മുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഒരു മുത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരുന്നു. അപ്പം വളരെ എളുപ്പമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റിക്ക് ക്രിസ്മസ് കൂടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കാനേ ഒരു വെറൈറ്റി പിടിച്ചതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് കൂടെ അടിക്കുക.